ഈ കാണുന്നതാണ് ജബൽ ഷംസ്. ഇത് ജബൽ അക്തർ പർവ്വതനിരയുടെ ഒരു ഭാഗമാണ് ഈ ജബൽ ഷംസ് പർവ്വതനിര. ഇത് മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന സ്ഥലം ഈ പർവ്വതനിരയുടെ ഒരു ഭാഗത്തായിട്ടാണ് മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 അടിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒമാനിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ജബൽ അക്തർ പർവ്വതനിര. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ജബൽ ഷംസ് പർവ്വതം. ഇത് മിസ്ഫാത്ത് അൽ അബ്രീൻ എന്നറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അബ്രി എന്ന ഗോത്ര വിഭാഗക്കാർ, അതായത് പുരാതന കാലത്ത് ഇവിടെ താമസിച്ചിരുന്ന അൽ അബ്രീൻ എന്ന് പറയുന്ന ഗോത്രവർഗക്കാരെ പരാമർശിച്ചിട്ടാണ് മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇത് ഒമാനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രാമങ്ങളിലൊന്നാണ് ഇത് ഈ മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഈ നമ്മൾ അർത്ഥം എടുക്കുകയാണെങ്കിൽ ഇതിന് ഗ്രീൻ മൗണ്ടെയിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ മിസ്ഫാത്ത് അൽ അബ്രീൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചുറ്റും ഈ മരുഭൂമിയുടെ ചുറ്റും അല്ലെങ്കിൽ ഈ മൗണ്ടെയിൻ്റെ ചുറ്റി നടന്നാൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈന്തപ്പനകളും വാഴത്തോട്ടങ്ങളും അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഇതാണ് ഇവിടുത്തെ ആകെയുള്ള ഒരു ഹോസ്പിറ്റൽ. മലനിരകളിൽ അങ്ങനെ കാഴ്ചകൾ കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലും വൈദ്യസഹായം ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ ആകെയുള്ള ആശ്രയം ഇതാണ്. പിന്നീട് ഇത് വിട്ടാൽ പിന്നെ അൽഹമറിയിലാണ് പിന്നീടൊരു ഹെൽത്ത് സെൻ്റർ ഉള്ളത്. ഇത് മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന ഇത് ഇത്രയും ഒരുപാട് പഴക്കം ചെന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മലഞ്ചെരുവിൽ നിർമ്മിച്ച ഒരു ഗ്രാമമാണ് ഈ മിസ്ഫാത്ത് അൽ അബ്രീൻ. ഇവിടെ ജീവിക്കുന്ന, അതായത് മിസ്ഫാത്ത് അൽ അബ്രീൻ അവിടെ ജീവിക്കുന്ന ജനങ്ങൾ കൂടുതലും പരമ്പരാഗത ജീവിതശൈലി ആണ് പിന്തുടരുന്നത്. ആധുനിക രീതിയിലുള്ള വീടുകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇതാണ് നമ്മളിവിടെ വരികയാണെങ്കിൽ ഇവിടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അതായത് ഇതിന് ശേഷം നമുക്ക് വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടന്നു വിടപ്പില്ല. മഴ പെയ്യുന്ന സമയത്ത് ഇതുവഴിയാണ് വെള്ളം താഴോട്ട് ഒലിച്ച് ചെന്ന് താഴത്തെ ഗ്രാമങ്ങളിലും അങ്ങനെയുള്ളവിടെയെല്ലാം വെള്ളം എത്തുന്നത്. നിരവധി യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വരാറുണ്ട്. ദുബായ് രജിസ്ട്രേഷൻ, UAE രജിസ്ട്രേഷൻ വണ്ടികളെല്ലാം നമുക്കിവിടെ, വാഹനങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് സ്റ്റേയും ടൂറിസ്റ്റ് ഹോം ഹോട്ടലുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 25 റിയാൽ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിന് കൂടുതൽ വരും. 40 റിയാൽ മുതലാണ് ഫുഡ് നമുക്ക് കിട്ടുന്നതും താമസം അങ്ങനെയുള്ളൂ. ഒരു രാത്രിക്ക്, ഒരു ഡേയും ഒരു നൈറ്റും. 4 ആൾക്ക് വരെ താമസിക്കാവുന്നതാണ് അതിൽ. ഈ കാണുന്നതെല്ലാം ഒരു ഹോട്ടലാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷനാണ് ഇവർ നമുക്ക് തരുന്നത്. ഒരു പാറക്കെട്ടിൻ്റെ മേലെയാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബിൽഡിങ്ങുകൾക്കെല്ലാം ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരണമെങ്കിൽ മസ്കറ്റിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററും അൽഹമ്ര എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് 10 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇത് ഈ മിസ്ഫാത്ത് അൽ അബ്രീൻ്റെ ഹിസ്റ്ററി എല്ലാം ഇവിടെ അവർ എഴുതി വച്ചിരിക്കുന്നതാണ്. ഇതിൽ മെയിനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കരിങ്കല്ല്, മണ്ണ്,
അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളെല്ലാം ഇടുങ്ങി ഇടനാഴികളിലൂടെ വേണം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലോട്ടെല്ലാം എത്തിച്ചെല്ലാൻ. ഇവിടുത്തെ കൂടുതലും വീടുകളും അല്ലെങ്കിൽ ഇതെല്ലാം പുനർനിർമ്മിച്ച് ഹോട്ടലുകളും റൂം സ്റ്റേയും വീടുകളെല്ലാം ആക്കിയിട്ട് പുനർനിർമ്മിച്ചെടുത്തിട്ടുണ്ട്. യൂറോപ്യൻ കൺട്രികളിൽ നിന്നാണ് കൂടുതലും ഇവിടെ വന്ന് താമസിക്കുന്നതെല്ലാം കണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് നമുക്ക് പറയാം, 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നീരുറവ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ നിന്നാണ് ഇവിടെയുള്ള പ്രദേശത്തോട്ടെല്ലാം കൃഷിയിടങ്ങളിൽ ജലസേചനമെല്ലാം ഈ നീരുറവിലാണ് എത്തുന്നത്. ഇത് ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഈ സ്ഥലം നിലനിൽക്കുന്നത് ഏകദേശം 3000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം നിലനിൽക്കുന്നത്. ഒരിക്കലെങ്കിലും നമ്മളിവിടെ സന്ദർശിക്കേണ്ടതാണ്. ഒമാനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വന്ന് സന്ദർശിച്ചിട്ട് മടങ്ങേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ അൽ അബ്രൈൻ, മിസ്ഫാത്ത് അൽ അബ്രൈൻ എന്ന് പറയുന്നത്. ഇതൊരു കിണറാണ്, പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നും അതിൽ ഇല്ല. മഴ പെയ്യുന്ന സമയത്ത് അതിൽ വന്ന് കിണർ നിറയും. ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. ഇടുങ്ങിയ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് നമുക്ക് കൂടുതലും കാണാൻ കഴിയുക. ഇതെല്ലാം ഒരു റൂം സ്റ്റേ ആണ്. ഇവിടെ മെയിനായിട്ടും നമുക്ക് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതായത് ഒമാനിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാരമാണ് ഈ അൽ അബ്രൈൻ മിസ്ഫാത്ത് എന്ന് പറയുന്നത്. മിസ്ഫാത്ത് അൽ അബ്രൈൻ എന്ന് പറയുന്നത്. വളരെ പുരാതനമായ രീതിയിലുള്ള റോഡുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. വളരെ പുരാതനമായ രീതിയിലുള്ള ട്രെക്കിംഗ് റൂട്ടുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ട്രെക്കിങ്ങിനും ഹൈക്കിങ്ങിനെല്ലാം പറ്റിയ രീതിയിലുള്ള റോഡുകളും ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇവിടുത്തെ ഒമാൻ സിറ്റിസിന് ഏകദേശം ജനസംഖ്യ നിരക്കെന്ന് പറയുന്നത് ഒരു 1000 പേര് കൂടുതൽ ഈ ഈ അൽ അബ്രൈൻ പറയുന്ന സ്ഥലത്ത് നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാതളനാരങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മലനിരകളിലാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ ഈന്തപ്പന, വാഴ, നാരങ്ങ അങ്ങനെയുള്ള കൃഷികൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് ഈ ഒരു സ്ഥലം നിലനിൽക്കുന്നത് മെയിനായിട്ടും ഒരു പാറയുടെ പുറത്താണ് ഈ ഗ്രാമം നിലനിൽക്കുന്നത് തന്നെ.
അങ്ങോട്ടുള്ള റോഡുകളാണെങ്കിലും ഈ കാണുന്നതെല്ലാം ഇതൊരു നീരുറവിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. നല്ല ശുദ്ധമായ വെള്ളമാണ് ഇത് കാണുന്നത്. ഈ ഇത് ഒരു ഭാഗമാണ്. ഇവിടെ നിന്നാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലോട്ടും വെള്ളം എത്തിക്കുന്നത്. കനാൽ വഴിയാണ് ഇവർ വെള്ളം എത്തിക്കുന്നത്. ഇവിടുത്തെ കൃഷി രീതിയും ബിൽഡിങ്ങുകളെല്ലാം യമൻ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ യമനിലെ പ്രദേശങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു വെള്ളം കൂടുതലുള്ള സമയത്ത് സ്വിമ്മിംഗ് പൂൾ പോലെ സെറ്റ് ചെയ്ത് ഇവിടെ കുളിക്കാനും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം, സ്വിമ്മിങ്ങിനും എല്ലാം ഉള്ള സൗകര്യങ്ങളാണ് ഈ കാണുന്ന ഈ ചെറിയ ടാങ്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാവും ഈന്തപ്പനയും വാഴയും അങ്ങനെ ഒരുപാട് കൃഷിയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ കഴിയുകയാണെങ്കിൽ നടന്നിട്ട് വേണം, കാൽനടയായിട്ട് മാത്രമേ ഈ സ്ഥലങ്ങളെല്ലാം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. പ്രായമായവരും വയസ്സായവരും പ്രായമായവർ അല്ലെങ്കിൽ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിപ്പിക്കുന്നതൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ നടന്ന് കാണാൻ കഴിയുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈന്തപ്പനയും വാഴയാണ് ഇവിടെ മെയിനായിട്ട് കൃഷി ചെയ്യണത് ഞാൻ കണ്ടത്. ഇതുണ്ടോ, ഇത് ഇതിന് കുറച്ചപ്പുറത്താണ് ഈ നീരുറവയുടെ ഉത്ഭവം. പക്ഷെ നമുക്ക് അങ്ങോട്ട് അലൗഡല്ല, അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല അങ്ങോട്ട് പോവാൻ. ഇത് സ്ത്രീകളുടെ ഒരു നിസ്കാര പള്ളിയാണ്. ഇതിനപ്പുറത്തോട്ട് ഒമാൻ സിറ്റിസൺ മാത്രമേ ഇതിനകത്തോട്ട് കയറാനും കഴിയുള്ളൂ. പിന്നെ ഇതിനപ്പുറത്തോട്ട് നമുക്ക് പോകാനും കഴിയില്ല. ഈ കാണുന്ന മലകൾക്കൊക്കെ നമുക്ക് ട്രെക്കിങ്ങിനൊക്കെ പോകാം കേട്ടോ. ഈ താഴെ കൂടെ ഇറങ്ങി മേലെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ എൻട്രി ഫീസോ അങ്ങനെയുള്ള ഒരു ഫീസ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. അതായത് റൂം അങ്ങനെയുള്ളതെല്ലാം പൈസ കൊടുക്കണമെങ്കിലും ബാക്കിയുള്ള നമുക്ക് വിസിറ്റേഴ്സിന് യാതൊരു ഫീസും ഇവിടെ നിന്ന് ഈടാക്കുന്നില്ല. പുതിയ തരത്തിലുള്ള ഒരുപാട് ഹോട്ടലുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കല്ല്, മണ്ണ് അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ നിങ്ങൾ കാണുന്ന ഈ ബിൽഡിങ്ങുകൾക്ക് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന നീരുറവയ്ക്കും ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന നീരുറവിൽ നിന്നാണ് ഈ പ്രദേശത്തോട്ടുള്ള എല്ലാ കൃഷിയിടങ്ങളിലേക്കും വെള്ളം എത്തിച്ചു നൽകുന്നത് ഈ കാണുന്ന നീരുറവിൽ നിന്നാണ്. ഇവിടെ ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് റൂട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് നമുക്ക് മാപ്പ് അവർ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. W9, W8, W10 പറഞ്ഞിട്ട് അങ്ങനെ റോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഫ്ലാഗ് പോലെ ഒരു ചിഹ്നവും ഇവർ കൊടുത്തിട്ടുണ്ടാവും. W9 തന്നെ W9A, W9B, W9C അങ്ങനെ വേർതിരിച്ചും വഴികളുണ്ട്. നമുക്ക് തിരിച്ചും ഇറങ്ങിയ സ്ഥലത്തോട്ടൊന്ന് തിരിച്ച് അങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
ഈ കാണുന്നതെല്ലാം പുരാതന കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന ടോയ്ലറ്റുകളും ബാത്റൂമുകളും എല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. വിദേശികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോഴും അത് നശിപ്പിക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു മുസ്ലിം പള്ളിയാണ്. അതിനും ഒമാനികൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുള്ളൂ. നന്നായി ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സ്ഥലം നിലനിൽക്കുന്നത്. ഇത് ഫുള്ളായിട്ട് കാണണമെങ്കിൽ നടന്നിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതും നല്ല അപകടം പിടിച്ച റോഡുകളും ഇടുങ്ങിയ വഴികളും ഒക്കെയാണ്. ഇടുങ്ങിയ വഴികളിൽ തന്നെ കല്ലുപാകിയ റോഡുകളാണ് കൂടുതലും കാണാൻ കഴിയുക. പർവ്വതനിരയിൽ ആകെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാർക്ക്. ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ അവിടെ എല്ലാം പോയി കാണാൻ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് കയറി വരാൻ വഴി നമുക്ക് കറക്റ്റായി അറിയണമെന്നില്ല. ഇവിടെ ഗൈഡുകളും ലഭ്യമാണ് കേട്ടോ. ക്യാഷ് നമുക്ക് പേയ്മെൻറ്റ് അധികം ചെയ്യുകയാണെങ്കിൽ ഗൈഡുകളും ലഭ്യമാണ്. ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. ഞാൻ മുൻപൊരിക്കലും വന്നിട്ടുണ്ട് ഇവിടെ. ഒമാനിലെ തന്നെ ഏറ്റവും ഈ പഴക്കം ചെന്ന ഗ്രാമങ്ങളിലാണ് ഈ അൽഹംറ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുക. അതിലൊരു പട്ടണമാണ് അല്ലെങ്കിൽ ഒരു ഗ്രാമമാണ് ഈ കാണുന്ന അൽ അബ്രീൻ എന്ന് പറയുന്ന, മിസ്ഫാത്ത് അൽ അബ്രീൻ എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമം. ഇന്ത്യക്കാരും തൊഴിലാളികളൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കൃഷിയിടത്തും ഈ ഹോട്ടല് അങ്ങനെയുള്ള റൂം സ്റ്റേ അങ്ങനെയുള്ള ഇവിടെയെല്ലാം നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരും പാകിസ്ഥാനികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങോട്ട് നടന്ന് പോവുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും അപകടം പിടിച്ച റോഡുകളാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ. ഇടുങ്ങിയ വഴികളായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഏത് സമയത്തും ചൂടുണ്ടാവില്ല കേട്ടോ. ചൂട് എപ്പോഴും നമുക്ക് ഒരു നോർമൽ രീതിയിലുള്ളത് തന്നെ ആയിരിക്കും. ചൂടെന്ന് പറയാനുള്ളത് ഇവിടെ ഉണ്ടാവില്ല. ഒരുപാട് പ്രായമായവരൊന്നും ഇവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഒരുപാട് നടക്കാനുള്ള കാരണം ഇവിടെ അങ്ങനെ വന്ന് നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്ന ഒരു റൂം സ്റ്റേ ഉണ്ട്. ഈ ഓൾഡ് ഹൗസ് എന്ന് പറയുന്ന ഒരു റൂം സ്റ്റേ ആണ് ഇവിടുത്തെ.
മഴ പെയ്യുന്ന സമയത്ത് ഈ കാണുന്ന സ്ഥലത്തിലൂടെയെല്ലാം വെള്ളം താഴോട്ട് ഒഴുകി ചെല്ലും കേട്ടോ. അതുകൊണ്ട് വഴി ഭയങ്കര ഇടുങ്ങിയ വഴികളാണ്. ഇത് നമുക്ക് മേലോട്ട് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു കേബിൾ അവർ പിടുത്തത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴോട്ട് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ മാതള നാരങ്ങയാണ് നമുക്ക് കൂടുതലും താഴ്വരയിൽ കൃഷി ചെയ്തിരിക്കുന്നത്. മാതള നാരങ്ങയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു പാറയുടെ ഒരു ചരിവിലാണ് ഈ കൃഷിയുടെ എല്ലാം നിലനിൽക്കുന്നത്. വളരെ പുരാതനമായിട്ടുള്ള രീതിയിലുള്ളതാണ് കേട്ടോ ഇവിടെ ബിൽഡിങ്ങുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത്യാവശ്യം ഈ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളെല്ലാം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും ഇവിടുത്തെ ഈ പുരാതനമായ വീടുകളെല്ലാം ഉപേക്ഷിച്ച് ആധുനിക രീതിയിലുള്ള വീടുകളിലോട്ട് മാറിയിട്ടുണ്ട്. പഴയ വീടുകളും ബിൽഡിങ്ങുകളെല്ലാം ഹോട്ടലും അങ്ങനെയുള്ളതെല്ലാം ആയിട്ട് രൂപാന്തരപ്പെടുത്തി എടുത്തിരിക്കുന്നു. ഈ കാണുന്നതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കൂടുതലും ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമുക്ക് ഈ കാണുന്ന ഭാഗങ്ങളിലോട്ട് വീടുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത്. കല്ലുകളെല്ലാം കണ്ടോ? ഇത് ഇവിടുത്തെ തന്നെ പാറകളും അങ്ങനെയുള്ളതെല്ലാം പൊട്ടിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കരിങ്കല്ല് പോലത്തെ കല്ലുകളല്ല, ഇവിടെ വേറൊരു ടൈപ്പ് കല്ലാണിത്. ഇതെല്ലാം ഒരു റൂം സ്റ്റേ ആണ് കേട്ടോ. ഇവിടെ കാഴ്ചകളെല്ലാം കണ്ടിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളാണ് കൂടുതലും ഇങ്ങനെയുള്ള ഹോം സ്റ്റേയും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഈന്തപ്പനയുടെ ഓലയും കൊണ്ടാണ് ഇവിടെ റൂഫെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മിസ്ഫാത്തയുടെ മാപ്പും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡീറ്റെയിലുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതന്നെ ഈ മിസ്ഫാത്ത് അൽ-അബ്രീൻ്റെ മറ്റൊരു ഭാഗമാണ് കേട്ടോ. കാണുന്ന മലയുടെ മേലുകളെല്ലാം നമുക്ക് വേണമെങ്കിൽ ട്രെക്കിങ്ങിന് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോകാം. പോകുന്നവർ പക്ഷേ നടന്നിട്ട് വേണം. ഈ കാണുന്ന താഴോട്ട് ഇറങ്ങി ഈന്തപ്പനയോടുള്ള ഇറങ്ങി അതിൽ കൂടെ ഒരു മഴ പെയ്യുന്ന സമയത്തെല്ലാം അരുവികൾ നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് മേലോട്ട് കയറിയിട്ട് വേണം ഇങ്ങോട്ട് പോയി ട്രെക്കിംഗ് എല്ലാം ചെയ്യാൻ.
അങ്ങോട്ട് വാഹനങ്ങൾ കാര്യങ്ങളൊന്നും പോയില്ല. ഈ ബിൽഡിംഗ് ഇരിക്കുന്നത് ഒരു പാറയുടെ പുറത്താണ് കേട്ടോ. ഇപ്പം ഞാൻ കയറിപ്പോകുന്ന ഈ ബിൽഡിങ് ഒരു പാറയുടെ പുറത്താണ് ഈ ബിൽഡിങ്ങിൽ നിലനിൽക്കുന്നത്. അതൊരു ഹോട്ടലായിട്ട് അവർ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പുനർനിർമ്മിച്ചെടുത്തിരിക്കുകയാണ്. എല്ലാം ഇടുങ്ങിയ വഴികളായിരിക്കും കേട്ടോ. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് പുരാതന കാലത്ത് തന്നെ അവർ ഇങ്ങനെയുള്ള വീടുകളും ബിൽഡിങ്ങുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുണ്ടോ, ഈ ഒരു പാറയുടെ പുറത്താണ് ഈ ബിൽഡിങ് നിലനിൽക്കുന്നത്. ഇതാണ് ഈ ബിൽഡിങ്ങാണ് ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്. നിരവധി ടൂറിസ്റ്റുകൾ, ഇനി സീസൺ ആയിട്ടുണ്ടെങ്കിൽ നിരവധി ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. നേരത്തെ ഇവിടെ ഈ അല്ലബ്രി എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരായിരുന്നു ഇവിടെ നേരത്തെ താമസിച്ചിരുന്നത്. അവരെ പരാമർശിച്ചിട്ടാണ് അല്ലബ്രീൻ എന്ന പേര് തന്നെ ഉണ്ടായത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.